മലയാള സിനിമയിലെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്ന ചിത്രമാണ് കിരീടം. മോഹൻലാൽ, തിലകൻ എന്നീ അഭിനയ പ്രതിഭകളുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളൊന്നായിരുന്നു കിരീടത്തിലേത്. കിരീടത്തിൽ മോഹൻലാലിന്റെ നായക കഥാപാത്രത്തിനൊപ്പം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻരാജ് എന്ന നടൻ പിൽക്കാലത്ത് അറിയപ്പെട്ടതുപോലും കീരിക്കാടൻ ജോസ് എന്ന പേരിലായിരുന്നു. മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളൊന്നായിരുന്നു കിരീടത്തിലെ സേതുമാധവൻ. ചാലക്കുടി ചന്തയിലെ ഗുണ്ടയുടെ യഥാർത്ഥ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത്. ലോഹിതദാസ് ആയിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ എൻ കൃഷ്ണകുമാർ എന്ന കിരീടമുണ്ണിയും ദിനേശ് പണിക്കരും തിരക്കഥാകൃത്ത് ലോഹിതദാസും സംവിധായകൻ സിബി മലയിലും ചേർന്നാണ് മോഹൻലാലിനെ കാണാനെത്തിയത്. തിരക്കഥ പൂർണ്ണമായും വായിച്ചു കേട്ട മോഹൻലാൽ അതിനിടയിൽ ഒന്നും സംസാരിച്ചില്ല. മോഹൻലാലിന്റെ മൗനം എല്ലാവരിലും ആശങ്കയുണ്ടാക്കി. തിരക്കഥയെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ വില്ലൻ ആരാണെന്ന മറുചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. തെലുങ്ക് സിനിമയിൽ തിളങ്ങി നിന്ന പ്രദീപ് ശക്തി എന്ന നടനെയായിരുന്നു വില്ലനായി കണ്ടിരുന്നത്. അക്കാര്യം മോഹൻലാലിനെ അറിയിച്ചു. അദ്ദേഹത്തിനും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അണിയറ പ്രവർത്തകർ കീരിക്കാടൻ ജോസ് എന്ന കരുത്തുറ്റ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി പ്രദീപ് ശക്തിയെ സമീപിച്ചു. അദ്ദേഹം സമ്മതവും അറിയിച്ചു. തെലുങ്കിലും തമിഴിലുമായി ഏറെ തിരക്കുള്ള നടന് 25,000 രൂപ അഡ്വാൻസായി അയച്ചു കൊടുത്തുവെന്നും നിർമ്മാതാക്കൾ ഒരാളായ ദിനേശ് പണിക്കർ പറയുന്നു. കിരീടത്തിന്റെ ഷൂട്ടിങ്ങിനോട് അടുത്ത ദിനങ്ങളിലാണ് പ്രദീപ് ശക്തി എത്തില്ല എന്ന ചിന്ത ഉടലെടുക്കുന്നത്. ചിത്രീകരണത്തിന്റെ തലേന്ന് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ ഭാര്യയാണ് ഫോൺ എടുത്തത്. അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എത്തിയില്ലേ എന്നാണ് അവർ ചോദിച്ചത്. ഇതോടെ പ്രദീപ് ശക്തി എത്തില്ലെന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പിച്ചു. പ്രദീപ് ശക്തി എത്താതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്താണ് സഹസംവിധായകനായിരുന്ന കലാധരൻ മോഹൻരാജ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. നല്ല ഉയരവും വ്യക്തിത്വമുള്ള വ്യക്തി, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നായിരുന്നു കലാധരൻ പറഞ്ഞതെന്ന് ദിനേശ് പണിക്കർ പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന മോഹൻരാജിനെ കണ്ടപ്പോൾ തന്നെ അവർ ഉറപ്പിച്ചു. സിബി മലയിന് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നല്ല മുടിയുള്ള മോഹൻരാജിനെ മൊട്ടയടിപ്പിച്ച് മുഖത്തൊരു മുറിപ്പാട് നൽകി കീരിക്കാടൻ ജോസാക്കി മാറ്റി. കീരിക്കാടൻ ജോസിന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് ആണെന്ന് അറിയാവുന്നവർ വളരെ വിരളമാണ്. മൂന്നാമുറ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ മോഹൻരാജ് പക്ഷേ പിന്നീട് അറിയപ്പെട്ടത് തന്റെ രണ്ടാം ചിത്രമായ കിരീടത്തിലെ കഥാപാത്രത്തിന്റെ പേരിലായിരുന്നു. പ്രദീപ് ശക്തി തള്ളിക്കളഞ്ഞ അവസരം മോഹൻരാജിന്റെ ഭാഗ്യ കിരീടമായി മാറുകയായിരുന്നു. ചിത്രത്തിന്റെ തിരക്കഥയുമായി എത്തിയ ലോഹിതദാസ് ചിത്രത്തിന് ആദ്യം നൽകിയ പേര് മുൾക്കിരീടം എന്നായിരുന്നു. കഥയ്ക്ക് യോജിക്കുന്ന പേരാണെങ്കിലും നെഗറ്റീവ് ചായ പേരുള്ളതിനാൽ ആ പേര് കിരീടം എന്നാക്കി മാറ്റുകയായിരുന്നു. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചിത്രീകരണത്തിന് മുമ്പ് പൂർത്തിയായ തിരക്കഥയായിരുന്നു കിരീടത്തിന്റേത്. തിരക്കഥയുടെ 3 കോപ്പികൾ ബൈൻഡ് ചെയ്തെടുത്തതിനു ശേഷമാണ് മോഹൻലാലിനെ തിരക്കഥ കേൾപ്പിക്കാൻ പോയതെന്നും ദിനേശ് പണിക്കർ പറയുന്നു. കേരള കൗമുദി ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ദിനേശ് പണിക്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. For latest news, like, share it and subscribe to Star Sun News.